കേരള ക്രിക്കറ്റ് സാഗ യാത്ര തുടരുകയാണ്. നമ്മൾ കാഞ്ഞിരമറ്റത്താണ്. കേരള ക്രിക്കറ്റിന്റെ കാഞ്ഞിരമറ്റം എക്സ്പ്രസ് MD നിതീഷിനെ കാണാനാണ് നമ്മൾ എത്തിയത്. നിതീഷ്, ഇവിടെ ഈ വഴി വെള്ളം കയറുമോ? പിന്നെ തീർച്ചയായും. കാരണം നമ്മൾ എന്താ പറയുക, 2018 പ്രളയത്തിന് ശേഷം ഇടയിലിടയിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. കാരണം കുറച്ച് താന്നു പോയി ആ പ്രളയത്തിന് ശേഷം. കുറച്ച് നമ്മുടെ വീടൊക്കെ കുറച്ച് ഇങ്ങനെ താന്നു പോയി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എപ്പോഴൊക്കെ വെള്ളം പൊങ്ങുമോ അവിടെ ആ സമയത്ത് ഇവിടെയും വെള്ളം പൊങ്ങാറുണ്ട്. നിതീഷിന്റെ ലൈഫിനെ കുറിച്ചാണ്. ഒരു സ്വപ്നം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിങ്ങനെ മുങ്ങി തപ്പിയെടുക്കുക എന്ന് നമ്മൾ പറയും. അച്ഛൻ ഒരുപാട് പ്രയാസപ്പെട്ട് കക്കവാരി അല്ലേ, നിതീഷ് അതിനെ സഹായിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛനും അമ്മയും ഈ എന്താ പറയുക എല്ലാ സ്ട്രഗിളും കടന്നിട്ടാണ് നമ്മളെ ഒരു സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കക്ക വാരാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ മാത്രമല്ല അനിയനും ഞങ്ങൾ ഒരുമിച്ചാണ് കക്ക വാരൽ. ഇപ്പം ഒരു ദിവസം ഞാനാണെങ്കിൽ ഒരു ദിവസം അവൻ അങ്ങനെ അത് കക്ക വാരിയിട്ട് വള്ളത്തിൽ നിന്ന് വാരി കഴുകി മേളിൽ കയറ്റി ഒരു വലിയ ചരുവത്തിലാക്കി ഇടണം. പിന്നെ വെളുപ്പിന് ഇതേപോലെ തന്നെ സഹായിക്കാനായിട്ട് ഞാനോ അവനോ എണീച്ചു പോവും. ഒരു 2 മണി 3 മണി ആ സമയമൊക്കെ ആകുമ്പോൾ. ഈ ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് മറ്റു തൊഴിലുകൾക്കും പോയിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പെയിന്റിങ് തൊഴിലാളിയായിട്ട് വരെ പോയിട്ടുണ്ട്. ആ സമയത്ത് ഏറ്റവും വലിയ പരിഹാസങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയല്ലോ. തീർച്ചയായും അങ്ങനെയൊക്കെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും എന്നെ ഒരു തരത്തിലും ഒബ്വിയസ്ലി ആ സമയത്ത് നമ്മളുടെ മനസ്സിന് അത്രത്തോളം കട്ടി കുറവായതുകൊണ്ട് തീർച്ചയായും ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെന്നെ കളിയാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അതിനേക്കാൾ മേലെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. നിതീഷ്, അത് ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പം പെയിന്റ് അടിക്കുന്ന സമയത്തൊക്കെ നിതീഷിനെ വന്ന് കളിയാക്കുമായിരുന്നു. അതെ, അത് ആക്ച്വലി എനിക്ക് എൻ്റെ കസിൻ ചേട്ടനുണ്ടായിരുന്നു. പേര് സിനീഷ് എന്നായിരുന്നു. ഞങ്ങൾ വാവി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഇപ്പോൾ 2 വർഷമായി നമ്മളെ ഒക്കെ വിട്ട് പോയിട്ട്. അപ്പോൾ ചേട്ടനാണ് എന്നെ കൊണ്ടുപോയത്. ഒരു ദിവസം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ ഇവിടെ അടുത്ത് തന്നെ ഒരാളാണ് വന്നിട്ട്, പുള്ളിയാണ് അതിൻ്റെ മെയിൻ കോൺട്രാക്ടർ എന്ന് ഞാൻ പറഞ്ഞില്ലേ. പുള്ളി വന്നിട്ട് പറഞ്ഞത് IPL താരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് ടെസ്റ്റ് ഒന്നുമല്ല. കാരണം ഞാൻ പതുക്കെയാണല്ലോ അടിക്കുന്നത്, തുടങ്ങുന്നില്ല, കൈയൊക്കെ വഴങ്ങി വന്നു, കുറച്ച് സ്പീഡിലാവട്ടെ എന്നൊക്കെ പറഞ്ഞ് T20 ആവട്ടെ. ഞാൻ IPL താരം എന്ന് പ്രത്യേകം പറഞ്ഞത് കൊണ്ട് വളരെ ഉപകാരമായി. 2018 മുംബൈ ഇന്ത്യൻസിന്റെ ക്യാമ്പിലേക്ക് MD നിതീഷ് വരുമ്പോൾ നമുക്ക് വലിയ അഭിമാനം തോന്നി, വലിയ സന്തോഷം തോന്നി. MD നിതീഷ് എന്ന താരത്തെ വാർത്തെടുക്കുന്നതിൽ ശ്രീശാന്തിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടായിരുന്നു? അതായത് ശ്രീശാന്തേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു വാക്കിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം ശ്രീശാന്തേട്ടൻ കളി തുടങ്ങിയില്ല, ഇന്ത്യ കളിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ഇങ്ങനെ നടക്കണ്ടാവില്ല ഇവിടെയൊക്കെ. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു വലിയ ഭാഗ്യം ഉള്ളൊരു സമയം കൂടിയാണ്. ദുലീപ് ട്രോഫിയിലേക്ക് തിലക് വർമ്മയുടെ ടീമിലേക്ക് നിതീഷിന്റെ പേര് കൂടെ ഞങ്ങൾ ഇങ്ങനെ കണ്ടു. ഇത്തവണ എന്താണ് അതിൽ അവിടെ കൂടി പെർഫോം ചെയ്താലേ അറിയാലോ. അതെ, കറക്റ്റാണ്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ അതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ ചിന്തിച്ച് ഇതാക്കുന്നില്ല. കാരണം KCL വരുന്നുണ്ട്. ഞാൻ കൊല്ലത്തിനാണ് കളിക്കുന്നത്. അതിനു മുമ്പ് ദിവസം ഒരു 5 മാച്ച് അല്ലെങ്കിൽ 6 മാച്ച് KCL 20 മാച്ച് കളിക്കാനുണ്ട്. ഇപ്പോൾ ഫോക്കസ് മൊത്തം അതിനകത്തേക്കാണ്. നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഒരുപാട് പാഠങ്ങൾ പഠിച്ചാണ്, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാണ്. സ്വപ്നമുണ്ടെങ്കിൽ, അതിലേക്ക് എത്താനുള്ള ആർജവം ഉണ്ടെങ്കിൽ, അത് കീഴടക്കാനുള്ള ഒരു ത്വരയുണ്ടെങ്കിൽ നിങ്ങൾക്ക് MD നിതീഷിനെ പോലെയാകാം. നമ്മുടെ യാത്ര തുടരുകയാണ്. മറ്റൊരിടത്ത് കാണാം.